വേദവതിയമ്മേ, 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 ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വക്കീലൊക്കെ ഉണ്ടല്ലോ. ആസ്തിയൊക്കെ നിഹാരികയുടെ പേരിൽ എഴുതണോന്ന് പറഞ്ഞപ്പോ അമ്മ ലോയറിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആവനിക്ക് നിഹാരികയ്ക്കും ഇടയില് വലിയൊരു ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ലോയറേയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്താ കാര്യം? വേദവതിയമ്മയും പ്രസാദറാവു സാർ ഒന്ന് വരട്ടെ, വിഷയം എന്താണെന്ന് വിശദമായിട്ട് പറയാം. എന്തു പറ്റി ഗൗതമി? ഇതുവരെ കണ്ടെത്താത്ത നടക്കാത്ത എന്തെങ്കിലുമൊക്കെ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെ നടക്കും? അതുകൊണ്ടാ ഞങ്ങൾ ലോയറിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ആസ്തി മുഴുവൻ എഴുതി വാങ്ങിക്കാൻ വേണ്ടിയാണോ? എനിക്ക് ശേഷം എല്ലാ അധികാരങ്ങളും നിഹാരികയെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും തയ്യാറാണ് ഗൗതമി. പക്ഷേ മകനെ ഞങ്ങൾക്ക് കണ്ടുകിട്ടണ്ടേ? ഇതിപ്പോ ഈ ആവിനെ ഇതിൽ ഇൻവോൾവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടേതായ ശ്രമങ്ങൾ നടത്തായിരുന്നു. വെറുതെ ഓരോ തടസ്സങ്ങള്. അത് ശരിയാ. എന്ത് കാര്യത്തിലാണെങ്കിലും അവനെ ഒരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നത്. അവളെ വീട്ടിൽ കാലെടുത്തു വെച്ച അന്ന് മുതല് നമ്മള് കണ്ടോണ്ടിരിക്കുന്നതല്ല. ഞാൻ രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങൾ എങ്ങനെ കണ്ടെത്താനാ? എന്നാ ഇനി അങ്ങോട്ട് നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നങ്ങ് സമ്മതിച്ചേര്. എനിക്ക് ഇനിയും ടൈമുണ്ട്. 2 ദിവസമല്ലേ? 2 ദിവസം അത്ര ചെറിയ സമയമല്ല. കാലണ്ടറിലെ 2 ഡേറ്റ് കൂടി വെട്ടിക്കളയാന്നല്ലാതെ അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളിപ്പോ ലോയറിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആദ്യം നിങ്ങൾ അത് പറയണം ശേഖർ. 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന അവസ്ഥ മനസ്സിൽ കണ്ടിട്ട് ഞങ്ങളുടെ ലോയറിനെ കൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ലോയർ നിങ്ങൾക്ക് വായിച്ചു തരും, കേൾക്കണം. സ്ലോ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങോട്ട് വായിച്ചു കൊടുക്കുക സാറേ. പ്രധാനമായിട്ടും ഈ ആവനിക്കും ശ്രീകരനും മനസ്സിലാകുന്നത് പോലെ. ലീഗലി ഇത് വളരെ സ്ട്രോങ് എഗ്രിമെന്റ് ആണ് വേദവതി അമ്മേ. 2 കുടുംബങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാതിരിക്കാൻ ഒരു ഉടമ്പടി പ്രമാണം പോലെയുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. ഞാൻ വായിക്കാം, കേട്ടോളൂ. ആവനി എന്ന ഞാൻ വേദവതിയുടെയും പ്രസാദ് റാവുടെയും ഇളയ മകനായ ശ്രീകരനെ കുടുംബത്തെ അറിയിക്കാതെ കള്ളവിവാഹം ചെയ്തതാണ്. ജാതകം ചേരാത്ത ഞാൻ ഇവിടുത്തെ മരുമകളായി അംഗീകരിക്കപ്പെടാനുള്ള അർഹതപ്പെട്ട ആളല്ല. വേദവതി അമ്മയുടെ 2ാമത്തെ മകനെ, അഥവാ കാണാതെ പോയ അവരുടെ 2ാമത്തെ മകനെ സമയം കഴിഞ്ഞിട്ടും കണ്ടെത്തി ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം എന്റെ പരാജയമായി ഞാൻ അംഗീകരിക്കുന്നു. കൊടുത്ത വാക്ക് പ്രകാരം ഈ താലി അഴിച്ചു മാറ്റാനും പിന്നെ ഈ താലി കെട്ടിയാളെ ഉപേക്ഷിക്കാനും തയ്യാറായി ഈ വിവാഹബന്ധം ഞാൻ റദ്ദ് ചെയ്യുന്നു. ഈ ബന്ധം വേർപ്പെടുത്തിയ ശേഷം വേദവതി അമ്മ തന്റെ മകന്റെ കല്യാണം നിഹാരികയുമായി നടത്തുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. വേദവതി അമ്മയുടെ ആസ്തിയെല്ലാം നിഹാരികയ്ക്ക് കൈമാറുന്നതിൽ ഞാൻ പൂർണ്ണ സമ്മതം അറിയിക്കുന്നു. ഇതിനു പിന്നിൽ മറ്റൊരാളുടെ പ്രേരണയോ ഭീഷണിയോ ഇല്ല എന്ന് ഞാൻ അറിയിക്കുന്നു. ഒപ്പ് അവനി. രണ്ടു ദിവസത്തിന് ശേഷം നീ ഈ ഡോക്യുമെന്റിലൊന്ന് ഒപ്പിട്ട് തരേണ്ടി വരും. എല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലായല്ലോ. തീഹാർ ജയിലിൽ നിന്ന് തടവുകാർക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലെ ആവനിനെ ശരിക്കും അങ്ങ് ലോക്ക് ചെയ്തല്ലേ? ലോക്ക് ചെയ്തതൊന്നും അല്ലല്ലോ, ആവിന് തന്നെയല്ലേ വാക്ക് തന്നത്. അവള് ചെയ്ത ശബ്ദം തന്നെയാണല്ലോ. ഇതാ നോക്ക്,
നിങ്ങൾ ലോയറെ കൊണ്ട് എഴുതിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അതിലൊരു സംശയം വേണ്ട. ഞങ്ങളുടെ മകനെ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അത് തന്നെ നടക്കും. അതിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട. ഇനിയും 2 ദിവസത്തെ സമയമുണ്ട്. അതിനുള്ളില് നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തോളാം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ 100 ആളുകളുണ്ടാവും എന്ന് കരുതി ഞാൻ നിർത്തില്ല. മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. എന്റെ ശ്രമങ്ങൾ നല്ലതിനു വേണ്ടിയാണ്. എന്റെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടില്ല. ആ ബിൽഡപ്പ് ഒക്കെ 2 ദിവസം കൂടി കാണൂ. നിങ്ങൾ പോവാൻ നോക്ക് ഗൗതമി. അമ്മേ, അമ്മയുടെ മകൻ അമ്മയുടെ മുമ്പിൽ എത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്നിട്ട് പോലും ആ ആവിനെ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം അവളുടെ ചിന്തയിൽ നന്മയൊന്നും ഇല്ലാത്തത് കൊണ്ടാ. എങ്ങനെയെങ്കിലും മരുമകളായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ദുരുദ്ദേശം അവൾക്ക്. എന്തായാലും 2 ദിവസം കൊണ്ട് അറിയാൻ പറ്റുമല്ലോ. നോക്കാം. ഈ ഐഡിയയുടെ പിന്നിൽ നീയാണോ? ഞാനല്ല, മമ്മിയും ഡാഡിയോ. മൊത്തത്തിൽ ആവനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അഷ്ടദിഗ്ബന്ധനം പോലെ ഉണ്ട്. അവസ്ഥകളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവന് ശരിക്കും നമ്മുടെ മകനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിഹാരികയുമായി കല്യാണം നടത്താം. അപ്പോൾ ജാതകം ചേരുന്ന മരുമകളും വീട്ടിലുണ്ടാവും, നമ്മുടെ അനന്തരവളും വീട്ടിലുണ്ടാവും. നമ്മളിപ്പോ ആഗ്രഹിക്കുന്നതിനും ആ അമ്മയുടെ തീരുമാനത്തിന്റെയും ഇടയില് എന്തൊക്കെയാണാവോ സംഭവിക്കുക? എങ്ങനെയാണാവോ നിഹാരിക നമ്മുടെ മരുമോളായിട്ട് മാറുന്നത്? വേദവതി അമ്മയുടെ 2ാമത്തെ മകനെ, അഥവാ കാണാതെ പോയ അവരുടെ 2ാമത്തെ മകനെ സമയം കഴിഞ്ഞിട്ടും കണ്ടെത്തി ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം എൻ്റെ പരാജയമായി ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ജീവിതം വെച്ച് ഇത്രയും കാലം കളിച്ചിട്ടും നിനക്ക് ഇതുവരെ മതിയായില്ലല്ലേ? ഇനിയും എത്ര കാലം എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും? ഇനിയും എത്ര കാലം എന്റെ ക്ഷമയെ നീ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും? ചതിയാണ് ഭഗവാനെ, ഇത് വളരെ വലിയ ചതിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നന്മയെ സംഭവിക്കൂ, തിന്മയുണ്ടാവില്ല എന്ന് പറയും. എന്റെ വീട്ടിൽ ഒരു തിന്മ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. എന്റെ വിശ്വാസങ്ങൾക്കൊന്നും അവിടെ യാതൊരു വിലയില്ലാതായി. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇനി നിന്നെ എങ്ങനെ വിശ്വസിക്കണം? ഇനി ഞാൻ നിനക്ക് എന്തിനു പൂജ ചെയ്യണം? നിനക്ക് ഞാൻ എന്തിനു സേവ ചെയ്യണം? ഇനിയും നിന്നെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും ഓരോ ചുവടുകളിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കാൻ ഞാൻ 2 ദിവസത്തിനുള്ളിൽ സുഹൃമെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്റെ ഏട്ടനെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും. വിവാഹ ബന്ധം റദ്ദ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അമ്മയുടെ മകന്റെ ബന്ധം ഞാൻ ചേർത്ത് വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യ ഭർത്ത ബന്ധം എനിക്ക് വേർപെടുത്തേണ്ടി വരും. ഏട്ടനുമായിട്ടുള്ള എന്റെ ബന്ധം ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് മരണമില്ലാത്ത മറ്റൊരു വഴിയുമില്ല. എന്റെ ജീവിതം വെച്ച് നീ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ത് തന്നെയാണെങ്കിലും ചെയ്യ. മനുഷ്യരുടെ തലവര മുഴുവൻ നിന്റെ കൈവെള്ളയിലല്ലേ ഉള്ളത്? ചെയ്തു.
നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോ, നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോ. മോളെ, എന്താ സംഭവിച്ചത് മോളെ? എന്താ മോളുടെ ഈ വിഷമത്തിന് കാരണം? ഞാനായതുകൊണ്ടാ വിഷമങ്ങളുമായിട്ട് മനസ്സില്ലാത്ത ഈ കൽപ്രതിമയുടെ മുന്നിൽ വന്നിട്ട് എന്റെ വിഷമങ്ങളെല്ലാം പറയുന്നത് തിരുമേനി. എന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആത്മഹത്യയാണ് പരിഹാരം എന്ന് കരുതുമായിരുന്നു. കാലം തടസ്സം നിന്നാൽ പോലും പരിഹാരം ആ ദൈവം കാണിച്ചു തരും മോളെ. മോളുടെ വിഷമം എന്താണെന്ന് എന്നോട് പറയാ. ഒരു നല്ല കുടുംബമായി പോരാട്ടം നടത്തുന്ന ഈ മരുമകളുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ താലി കെട്ടിയ പെണ്ണ് ഈ ആവനിയാണ് എന്റെ ഭാര്യ. നീ ജന്മം കൊടുത്തത് 3 സന്താനങ്ങൾക്കല്ല, 4 പേർക്കാണെന്ന് ഈ ജാതകം പറയുന്നുണ്ട് വേദവതി. ആ കുഞ്ഞു മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. വേദവതി അമ്മയുടെ രണ്ടാമത്തെ മകനെ, അഥവാ കാണാതെ പോയ അവരുടെ രണ്ടാമത്തെ മകനെ സമയം കഴിഞ്ഞിട്ടും കണ്ടെത്തി ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം എന്റെ പരാജയമായി ഞാൻ അംഗീകരിക്കുന്നു. കൊടുത്ത വാക്ക് പ്രകാരം ഈ താലി അഴിച്ചു മാറ്റാനും പിന്നെ ഈ താലി കെട്ടിയാളെ ഉപേക്ഷിക്കാനും തയ്യാറായി ഈ വിവാഹബന്ധം ഞാൻ റദ്ദ് ചെയ്യുന്നു. 2 ദിവസം കൂടി ഇനി എനിക്കുള്ളൂ. ഞാൻ എത്രയോ പോരാട്ടം നടത്തി സ്വന്തമാക്കി എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയുണ്ടാവും എനിക്ക്. ഈ ദൈവത്തിന് എന്തുകൊണ്ട് എന്റെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തിരുമേനി, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. മോളെ, ഒരുപാട് ദിവസമായി ഞാൻ ഇവിടെ കാണുന്നു. നീ എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. നിനക്ക് ഉറപ്പായും നല്ലതേ സംഭവിക്കൂ മോളെ. നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കാറ്റത്തെ ദീപം തെളിയിച്ച് ഉപേക്ഷിച്ച് വരാൻ കഴിയോ? ഈ സമയത്ത് എന്റെ മനസ്സിൽ എനിക്ക് നല്ലൊരു ആലോചന തോന്നുന്നുണ്ട്. ആ ആലോചന ആ ദൈവമായിട്ട് എന്നെ തോന്നിപ്പിച്ചാന്ന് കരുതിക്കോളൂ. നിന്റെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നീ ഒരു ആഗ്രഹസിദ്ധി യാഗം നടത്തണം മോളെ. ആഗ്രഹസിദ്ധി യാഗമോ? അതെ മോളെ. ചണ്ഡീയാഗം, സുദർശനയാഗം, മൃത്യുഞ്ജയ യാഗങ്ങൾ പോലുള്ള യാഗങ്ങള് എത്ര ശക്തിയുള്ളതാണോ ആഗ്രഹസിദ്ധി യാഗം എന്ന് പറയുന്നത് അത്രയ്ക്ക് തന്നെ ശക്തിയുള്ള യാഗമാണ്. നാളെ മോള് വന്ന ആ യാഗം വേദവതിയെ കൊണ്ടും പ്രസാദ് റാവു സാറിനെ കൊണ്ടും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മകൻ തീർച്ചയായും അവരുടെ അരികിലെത്തിയിരിക്കും. ആഗ്രഹസിദ്ധി യാഗം നടത്തിയിട്ടുള്ള ഒരുപാട് അച്ഛനമ്മമാര് അവരുടെ മക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. ആ യാഗത്തിന്റെ ഫലം അങ്ങനെ ആയിരിക്കും മോളെ. മോൾ എങ്ങനെയെങ്കിലും അവരെ വിളിപ്പിച്ച് യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് ആ യാഗം നടത്തിക്കണം. മനസ്സിലായോ മോളെ? മനസ്സിലായി തിരുമേനി. മനസ്സിലെ ഭാരങ്ങൾ ഇല്ലാതാക്കുന്ന പരിഹാരം പറഞ്ഞു തന്നു. അതിന്റെ ഫലം എന്താണെന്ന് എനിക്ക് അറിയണം. നിങ്ങളിപ്പോ സൂചിപ്പിച്ചതുപോലെ നാളെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി എന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് ഞാൻ ആഗ്രഹസിദ്ധി യാഗം ചെയ്യിപ്പിക്കാം. എല്ലാം ശുഭമായി തന്നെ ഭവിക്കും മോളെ. സൂരമ്മയെയും ഇതേ ഏരിയയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ആ രാജി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് യാഗം നടക്കുന്നിടത്തേക്ക് സൂരമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അമ്മേ, അച്ഛാ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരാമോ? ആവനി, വായേട്ടാ. താൻ എവിടുന്നായി വരുന്നേ? അമ്പലത്തിൽ നിന്നാ ഏട്ടാ. നിന്റെ ശ്രമങ്ങളൊന്നും ഫലിക്കാത്തതുകൊണ്ട് എല്ലാം പോയി ദൈവത്തെ ഏൽപ്പിച്ചിട്ട് വന്നാണോ? ഇന്നലെ നിന്റെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് ലോയറിനെയും കൊണ്ട് വന്നത് കണ്ടിട്ട് പാവം പേടിച്ചു പോയെന്നാ തോന്നുന്നത്. മുഖം കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നത്. എന്താ, എന്റെ മകനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നീ അത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാനുണ്ട്. എന്താ ചെയ്യേണ്ട ഏട്ടാ? ഓപ്പറേഷൻ അജ്ഞാതൻ കലണ്ടറിലുള്ള ഡേറ്റ് അമ്മേനെ കൊണ്ടൊന്ന് വെട്ടിക്കണം. ഇത്രയും ദിവസം ആ കലണ്ടറിൽ കാണുന്ന ഡേറ്റ് മുഴുവൻ നമ്മളാ വെട്ടിയത്. ആവനിക്ക് അനുവദിച്ചു കൊടുത്ത സമയം കഴിയാൻ വേണ്ടി
ഇനി ഒരൊറ്റ ദിവസം കൂടി ബാക്കിയുള്ളത് കൊണ്ട് ഇന്നത്തെ ഡേറ്റ് അമ്മ തന്നെ വെട്ടിക്കളയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്ത് പറയുന്നു? നല്ല അഭിപ്രായമാണ് പൃഥ്വിരാജ് ചേട്ടാ. ആ നിങ്ങൾ വാ അമ്മേ. വരൂ അമ്മേ. ഈ ഡേറ്റ് അമ്മയൊന്ന് വെട്ടിക്കളഞ്ഞാ മതി. എനിക്ക് അമ്മയുടെ മരുമകളാകാനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലയോന്ന് നാളെ കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? എന്റെ നിഹാരികെ, ആ ഭാഗ്യം നിനക്ക് എന്തായാലും ഉണ്ടാവും. പുതിയ മകൻ ഇവിടെ വന്ന അവനുമായിട്ട് കല്യാണം നടക്കും. അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച ആള് തന്നെ നിന്നെ കല്യാണം കഴിക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും നീ ഈ വീട്ടിലെ മരുമകൾ തന്നെയാ. കാലം കയ്യുള്ള അത്രയും കാലം ജീവിച്ചു പോകുമെന്ന് പറയുന്ന പോലെ എന്റെ അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന നിനക്ക് ഈ വീട്ടിൽ എപ്പോഴും സ്ഥാനമുണ്ട് നിഹാരിക. അതിലൊരു സംശയവും വേണ്ട. നിങ്ങളൊന്ന് നിർത്ത്. നീ എന്തോ പറയാൻ വേണ്ടി വിളിച്ചതല്ലേ? അതെന്താണെന്ന് പറ. എനിക്ക് സന്തോഷം തോന്നിയാൽ ചേച്ചിയോടും വിഷമം തോന്നിയാൽ ദൈവത്തിനോടും പറയുന്നത് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ശീലമായതാ. എന്റെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയം കാണണം. എന്റെ അച്ഛനമ്മമാരുടെ കണ്ണിൽ സന്തോഷം തെളിയണം. അതിനെന്തെങ്കിലും വഴി കാണിക്കാൻ പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ അപേക്ഷിച്ചു. അപ്പൊ തിരുമേനി വന്ന് ഒരു പരിഹാരമാർഗം പറഞ്ഞു. എന്താണാവോ പറഞ്ഞത്? നിങ്ങളെ കൊണ്ടൊരു ആഗ്രഹസിദ്ധിയാഗം നടത്തിക്കണമെന്ന് അമ്മ പറഞ്ഞത്. നിന്റെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നീ ഒരു ആഗ്രഹസിദ്ധി യാഗം നടത്തണം മോളെ. നാളെ മോള് വന്ന ആ യാഗം വേദവതിയെ കൊണ്ടും പ്രസാദ് റാവു സാറിനെ കൊണ്ടും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മകൻ തീർച്ചയായും അവരുടെ അരികിലെത്തിയിരിക്കും. നാളെ ആ യാഗവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം അമ്മേ. നിങ്ങൾ അമ്പലത്തിലേക്ക് വരാൻ തയ്യാറായി നിന്നോളൂ. ശപഥം ചെയ്തത് നീയാണ്. ഞങ്ങളുടെ മകനെ ഞങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് നീയാണ്. പിന്നെ ഞങ്ങൾ എന്തിനാ യാഗം നടത്തണ്ടേ? ലാസ്റ്റ് മിനിറ്റില് എന്തോ ഒരു പുതിയ സ്കീം ആലോചിച്ചതാ. നിങ്ങൾ ആവനി പറയുന്നൊന്നും സമ്മതിക്കില്ല അമ്മേ. അതെ അമ്മേ, ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വാസവും ധൈര്യവും ഒക്കെ ഇല്ലാതായെന്നാ തോന്നുന്നത്. അതുകൊണ്ട് പുതിയ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്യോ അവള്. അതൊന്നും വേണ്ടമ്മേ. അമ്മ വെറുതെ എങ്ങോട്ടും പോകരുത്. യാഗം നടത്തുന്നുണ്ടോ ഹോമം നടത്തുന്നുണ്ടോ എന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് തന്ന വാക്ക് അവള് പാലിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കേവലം എന്റെ സ്വാർത്ഥതയ്ക്ക് ചെയ്യുന്നതാണെന്ന് കരുതരുത്. നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നല്ലതിനെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ മകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരണമെങ്കിൽ വാശിക്ക് നിൽക്കാതെ അച്ഛനമ്മമാരെന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം. അതിൽ യാതൊരു തെറ്റുമില്ല. എല്ലാ കാര്യത്തിലും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയരുത്. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്ക്. ആവനി പറയുന്നത് ന്യായമായിട്ട് തോന്നുന്നുണ്ട് വേദ. ആവനി ശ്രമിക്കുന്നത് നമ്മുടെ മകന് വേണ്ടി തന്നെയല്ലേ. നാളെ അവക്ക് കൊടുത്ത അവസാന ദിവസമായതുകൊണ്ട് നമ്മൾ എതിര് നിൽക്കുന്നത് ധർമ്മമല്ല. ഞങ്ങളുടെ മകന്റെ കാര്യത്തില് ഞങ്ങൾക്കും ബാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ യാഗത്തിന് വരാം. ഞങ്ങൾ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ അതൊരു കാരണമായി കാണിച്ച് നീ ചിലപ്പോ നിന്റെ വിഹാരം ഇവിടെ തുടർന്നേക്കും. നാളെ നീ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റിൽ മറ്റന്നാൾ ഒരു സൈൻ ചെയ്തു കൊടുത്ത് നീ പുറത്തു പോകേണ്ടി വരും. ഓർത്തു വച്ചോളൂ. അവസാന നിമിഷത്തില് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എനിക്കെപ്പോഴും നല്ലതേ സംഭവിക്കൂ. നിങ്ങൾ കണ്ടോളൂ. യാഗസ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം.